വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റി നേതൃത്വത്തിൽ പുറത്തിറക്കിയ പരിഷ്കരിച്ച ജൈവ വൈവിധ്യ രജിസ്റ്റർ, ജൈവ ജാലക പ്രകാശനവും തലനാമ വൃക്ഷങ്ങൾ നടീൽ പരിപാടിയുടെ ഭാഗമായ തൈ വിതരണവും വിത്തൂണ് പദ്ധതിക്കായി തയ്യാറാക്കിയ വിത്തുണ്ടകൾ വനം വകുപ്പിന് കൈമാറ്റവും ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്തിന് കീഴിലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് നിലവിലുള്ള ജൈവ വൈവിധ്യത്തിൻ്റെ ഒരു വലിയ അതിനെ സംബന്ധിച്ചുള്ള വളരെ കൃത്യമായ ആധികാരികമായ രേഖ തയ്യാറാണ്. കുറേ കാലത്തെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട് അതൊരു ഡേറ്റാ ബേസ് തയ്യാറാക്കി അത് വീണ്ടും വീണ്ടും ആഡ് ചെയ്യാനും നമുക്കതിന് കൃത്യമായ ധാരണ ഉണ്ടാക്കിയെടുക്കാനും ഒക്കെ നടത്തുന്ന ഈ ഒരു കുറഞ്ഞ പ്രവർത്തനം തീർച്ചയായിട്ടും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് പരിസ്ഥിതി പ്രവർത്തന രംഗത്തെ സംരക്ഷണ രംഗത്തെ ഏറ്റവും മികച്ച മാതൃകകളൊന്നാണ്. ഇപ്പോൾ തന്നെയാണ് വളരെ വ്യത്യസ്തമായ മറ്റൊരു പരിപാടി വിത്തൂണ പദ്ധതി, വിത്ത് കൈമാറുന്ന പരിപാടി. അത് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കൈമാറുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വന്യജീവി ജീവി ആക്രമണം നമ്മുടെ മനുഷ്യൻ്റെ സ്വൈര്യ ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരവസ്ഥ നിലനിർത്തുന്നവർക്കുള്ള യാഥാർത്ഥ്യം. പക്ഷേ ഇന്നലെ ചെയ്ത ഒരബദ്ധം എന്ന് ആശാൻ വെറുതെ എഴുതി വെച്ചതല്ല. കുമാരനാശാൻ്റെ വരികൾ അർത്ഥപൂർണ്ണമാണ് എന്ന് ഞാൻ പറയുമ്പോൾ വ്യക്തിപരമായ കുറ്റപ്പെടുത്തുകയും, പക്ഷേ ചില വികസന സമീപനങ്ങളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ ഒരു പക്ഷേ ദീർഘവീക്ഷണത്തോടെ കാലയെക്കുറിച്ച് കാണാതെ പോയതിൻ്റെ ഒരു ദുരന്തം കൂടിയാണ് നമ്മൾ അനുഭവിക്കുന്നത്. പറയാതിരിക്കാൻ പറ്റും. വൈകിയാണെങ്കിലും ഈ ഇത്തരം ഒരു വിത്തുണ്ട എറിഞ്ഞ് അവിടെ അവർക്ക് ഈ വനത്തിൽ തന്നെ മൃഗങ്ങളെ നിർത്താനുള്ള ശ്രമത്തിൻ്റെ നല്ലൊരു ഭാഗമായി നമ്മുടെ വനംവകുപ്പ് തയ്യാറായപ്പോൾ വനംവകുപ്പിനെയും വളരെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് നീർച്ചാലുകളും കുളങ്ങളും തണ്ണീർത്തടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു രേഖപ്പെടുത്തലായി ഇത് മാറുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സംരക്ഷണം നമ്മുടെ വരും തലമുറയ്ക്കായി കാത്തുവെക്കുന്ന രീതിയിൽ, ആവാസ വ്യവസ്ഥയിൽ കാത്തുവെക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടൽ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകണം. നമുക്കറിയാം, മലബാർ മാനുവലിനെ സംബന്ധിച്ചറിയാം, തിരുവാങ്കൂർ മാനുവലിനെ സംബന്ധിച്ചറിയാം, കൊച്ചി മാനുവലിനെ സംബന്ധിച്ചറിയാം. അല്ലെങ്കിൽ മലബാർ മാനുവൽ വില്യം ലോഗൻ എന്ന് പറയുന്ന അന്നത്തെ മലബാറിലെ കളക്ടറായിട്ടുള്ള ഭരണാധികാരിയായിട്ടുള്ള ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ആളായിട്ടുള്ള വില്യം ലോഗൻ മലബാർ മാനുവൽ എഴുതുകയുണ്ടായി. മലബാർ മാനുവൽ മുഴുവൻ പരിസ്ഥിതിയാണ്. അങ്ങനെ ആ എഴുതുന്ന സമയത്ത് വില്യം ലോഗൻ കാറിൽ നിന്ന് ഇറങ്ങി ഒരു കർഷകൻ്റെ കൂടെ വയനാട് ചുരം കയറുകയാണ്. 200 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. വയനാട് ചുരം കയറുന്ന അവസരത്തിൽ വണ്ടിയിലിരുന്ന കർഷകനോട് ചോദിച്ചു, ഇതെന്നെ ഇപ്പം മഴ പെയ്യണ്ട. ഉടനെ വില്യം ലോഗനോട് കർഷകൻ പറഞ്ഞു, ഇപ്പം മഴ പെയ്യത്തില്ല, മഴ പെയ്യുന്ന ദിവസം ഞാൻ പറയാം എന്ന് പറഞ്ഞു. കർഷകൻ എങ്ങനെയാണ് മഴ പെയ്യുന്ന ദിവസം കൃത്യമായിട്ട് പറയാൻ പറ്റും? ഉടനെ കർഷകൻ പറഞ്ഞു, മാർച്ച് മാസം 22-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് കോഴിക്കോട് മഴ പെയ്യും എന്ന് പറഞ്ഞു. വില്യം ലോഗൻ എന്ന് പറഞ്ഞാൽ പേപ്പർ എടുത്തിട്ട് അത് കുറിച്ച് വെച്ചു. മാർച്ച് മാസം 22-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് മഴ പെയ്യുമെന്ന് ഇന്ന കർഷകൻ എന്നോട് പറഞ്ഞു. ഡയറി എഴുതി വെച്ചു. ആ ദിവസം വരുന്നെങ്കിൽ നോക്കിയിരിക്കുകയാണ്. മാർച്ച് മാസം 22-ാം തീയതി 2 മണിയായപ്പോൾ മഴ തുടങ്ങി. ഇത് കർഷകന്റെ അറിവാണ്. കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലെ അല്ലെങ്കിൽ മലബാറിലെ മലയാളിയായ ഒരു കർഷകന്റെ അറിവാണ് ഈ മാർച്ച് മാസം 22-ാം തീയതി 2 മണിക്ക് മഴ വരുമെന്നത്. അത്രമാത്രം പ്രകൃതിയെ പഠിച്ച പ്രകൃതി ശാസ്ത്രജ്ഞന്മാരായിരുന്നു അവിടുത്തെ കർഷകർ എന്നാണ് ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത്. അതിനകത്ത് വേറൊരു കാര്യം പറയുന്നത്, ഈ ജാതിയും പിന്നെ മരങ്ങളുമായിട്ടുള്ള ബന്ധം. അത് ഈ നായർ ജാതിക്കാര് പ്രത്യേകിച്ച് സൈന്യത്തിൻ്റെ കൂടെ പോകുന്ന പട്ടാളക്കാരാണ്. അവര് വീട് വെച്ചതിന് ശേഷം മുള കൊണ്ട് ഒരു വേലിയുണ്ട്. മുള കൊണ്ടൊരു വേലിയുണ്ടായി. ഈഴവരാണെങ്കിൽ വെളും പ്രദേശം കാണിച്ചു കൊടുത്തിട്ട് അവിടെ മരത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇതെല്ലാം മാനുവലിനകത്തുള്ളതാണ്. അങ്ങനെയാണ് ഏറ്റവും അവസാനം ഈ
നായർ സമുദായത്തെ ചിലരെ കളിയാക്കി ഇങ്ങനെ വിളിക്കാറുണ്ട്, ഈ നായര് പിടിച്ച പുലിവാല് എന്ന്. സത്യത്തിൽ ഇതെന്താണ് സംഭവം എന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ മുള എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് ഒരു ജീവികളും വെളിയിലേക്ക് വന്ന് ഈ വീട്ടിനകത്തുള്ളവരെ ആക്രമിക്കത്തില്ല. അപ്പൊ അങ്ങനെ വഴിതെറ്റി വന്ന ഒരു പുലി നായരുടെ കുടുംബത്തെ ആക്രമിക്കുന്നതിന് വേണ്ടി വരികയും അത് മുളയ്ക്കകത്ത് കുരുങ്ങുകയും ചെയ്തു. മുളയ്ക്കകത്ത് കുരുങ്ങി കഴിഞ്ഞപ്പോൾ നായർ പടയാളിയാണല്ലോ, വെറുതെ വഴിയല്ല, ഈ പുലിയുടെ വാലെ പിടിച്ച് വലിച്ചു നിർത്തി. അങ്ങനെയാണ് നായർ പിടിച്ച് പുലിവാല് എന്നുള്ള സാധനം വന്നത്. അതെല്ലാം ഈ മലയാളം മാനുവലിനകത്ത് കൃത്യമായിട്ട് പറയുന്നു. അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം, ഞാൻ ഇന്നലെ വന്നതേ ഉള്ളൂ, മധ്യപ്രദേശിൽ പോയിരിക്കുകയായിരുന്നു. അവിടെ ഒരു മരം സംരക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സർക്കാർ തുക ചെലവഴിച്ച് സംരക്ഷിക്കുന്ന മരമാണ് ബോധിവൃക്ഷം. 15 ലക്ഷം രൂപയാണ് ഒരു വർഷം അതിന്റെ സംരക്ഷണത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. അപ്പൊ എന്തായാലും പിന്നെ നമ്മുടെ ഷായി സാറുണ്ട്, രാജേഷ് കടവാഞ്ചിറ മാങ്ങപ്പഴമായിട്ട് വന്നിട്ടുണ്ട്, ഷാജി പാമ്പൂരി അടക്കം ഉള്ള ആളുകൾ നമ്മുടെ സ്ഥലതാമ വൃക്ഷങ്ങൾ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ആ തൈ ഏറ്റുവാങ്ങാൻ വന്നിട്ടുണ്ട്. വീഡിയോ ഇവിടുന്ന് പിരിയുന്നതിന് മുമ്പ്, എൻ്റെ സുഹൃത്തുകൂടിയാണ്, പിരിയുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ബൃഹത്തായ ഒരു പുസ്തകം, ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ്. ഇതിനകത്ത് തെറ്റുകളുണ്ടാവാം, വീണ്ടും തിരുത്തപ്പെടേണ്ടതാണ് എന്ന ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് ഇത് തയ്യാറായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുന്ന സമയത്ത് അതിന്റെ പേര് കൊടുത്തിരിക്കുന്നതിന്റെ അങ്ങനെ കൃത്യമായി ആലോചിച്ചാണ് കൊടുത്തിട്ടുള്ളത്. ഈ പുസ്തകത്തിന്റെ പേര് തിരുത്തപ്പെടേണ്ടതാണ്, പക്ഷെ ചരിത്രമാണ്. അത് അത്രമാത്രം ഉള്ള ഈ പുസ്തകം തയ്യാറാക്കുന്ന ഈ വേദിയിൽ ഇതിനോടൊപ്പം പങ്കുചേരാൻ എനിക്ക് സാധിച്ചതിൽ ഉള്ള നന്ദിയും സന്തോഷവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.